കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഇവിടുന്ന് ജനങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ. ഏത് ജനങ്ങളാണ് ചേച്ചി അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്? പുറകെ നടന്ന് പറ്റാവുന്നത്ര ദ്രോഹിച്ചിട്ട് പെണ്ണുകേസിൽ വരപ്പെടുത്തി ഇന്നും അദ്ദേഹത്തിന്റെ നിഴലിനെ പോലും കുറ്റം പറഞ്ഞു നടക്കുന്ന നിങ്ങളെ പോലുള്ള ജനങ്ങളോ? പിന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം അത് പിണറായി വിജയൻ AKG സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കിട്ടിയതൊന്നുമല്ല. റിയാസിന് കിട്ടിയതുപോലെ മോദിയുടെ മരുമോനായതുകൊണ്ടും കിട്ടിയതല്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് കേന്ദ്രം കൊടുത്ത അംഗീകാരം തന്നെയാണത്. അതിനോട് 100% നീതി പുലർത്തുന്നു എന്ന് തന്നെയാണ് ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഈ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരല്ലാത്ത 19 MP-മാരുണ്ടല്ലോ, അവരോട് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കാൻ ചോദിക്കാൻ പറ്റുമോ ചേച്ചിക്ക്? ചോദിച്ചാലും കിട്ടാൻ പോകുന്നില്ല. സുരേഷ് ഗോപി സംസാരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ എന്ത് സുരേഷ് ഗോപി സംസാരിക്കുന്നില്ലേ? വയനാട് ഉരുൾപൊട്ടലൊക്കെ നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കുന്ന ചിത്രമാണിത്. മുനമ്പത്ത് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിന്റെ പുതിയ ഉത്തരവ് പോലും ഇറങ്ങിയിട്ടുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. യൂട്യൂബും ഗൂഗിളും ഒക്കെ എടുത്തു വെച്ച് ഒന്ന് സെർച്ച് ചെയ്താൽ സേച്ചിക്ക് ഇനിയും കിട്ടും ഇതുപോലെ. അല്ല, ഇംഗ്ലീഷും ഹിന്ദിയും നേരാവണ്ണം സംസാരിക്കാൻ പോലും അറിയാത്ത കുറെ എണ്ണത്തിനെ സേച്ചിയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട്. അവരെന്താണ് അവിടെ സംസാരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ?